താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണു താമസിക്കുന്നതീ നാട്ടിൽ. ഞാൻ 1 2 3 4 എന്ന് പറഞ്ഞപ്പോൾ ആ 4 കഴിയുന്നതിന് മുമ്പേ ഒരു വോയിസ് വരുന്നുണ്ട്, റെഡിയാണ് സർ. ഈ ശബ്ദം എവിടെ നിന്ന് കേട്ടത്? അപ്പൊ ഞാൻ നേരെ നോക്കുമ്പോഴത്തേക്ക് ആ ചില്ല് ജാലകത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന സാക്ഷാൽ യേശുദാസ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എന്നാലും സാറിന്റെ ഫേവറേറ്റ് ലിറിസിസ്റ്റ്? ഫേവറേറ്റ് ആയിട്ട് ഒരു പേര് പറയാൻ പറ്റില്ല, പക്ഷെ ഗിരീഷേട്ടൻ ഇസ് വെരി സ്പെഷ്യൽ. സാറിന് ഏതെങ്കിലും വർക്കിംഗ് ടൈം സോൺ ഉണ്ടോ? രാത്രി ഇരുന്നാൽ പാട്ട് വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇപ്പൊ എന്നെ റോഡിന്റെ നടുക്ക് കൊണ്ട് ഇരുത്തിയിട്ട് രാധിക പറയാണ്, ഇതാണ് സിറ്റുവേഷൻ, കമ്പോസ് ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യണം. താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ്. വിഷ്ണു, വെരി ഗുഡ് മ്യൂസീഷ്യൻ. ജസ്റ്റിൻ, ഹിഷാം, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരിലൊക്കെ ഇന്നലത്തെ എന്നെ എനിക്ക് കാണാൻ പറ്റും. നമസ്കാരം, ദ രാധിക ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് നാഷണൽ ഫിലിം അവാർഡ് വിന്നർ ഫോർ മ്യൂസിക് ഡയറക്ഷൻ, a whopping 9-time Kerala State Award winner, the legendary Sri M. Jayachandran. So welcome to this talk show. Hello. Thank you so much for accepting this request of mine. സാർ, എനിക്കറിയാം സാറ് അങ്ങനെ ഇൻ്റർവ്യൂസിന് വളരെ കുറച്ചേ പോകാറുള്ളൂ. സാറിന് അതത്ര താല്പര്യമില്ല, എന്നാലും ഞാൻ വിളിച്ചപ്പോൾ വന്നത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു സാർ. രാധിക തീർച്ചയായിട്ടും എന്താണ് എൻ്റെ ഡിസൈപ്പിളായിട്ടോ എൻ്റെ ഒരു മകളായിട്ടോ അങ്ങനെ കാണുന്നതല്ലേ. ഓ, ഐ തോട്ട് ഐ ഷുഡ് കം. താങ്ക് യു സോ മച്ച് സാർ. സാറിൻ്റെ ജേണി ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ഫോളോ ചെയ്യുന്നൊരു ജേണിയാണ്. സാർ എനിക്ക് ഏറ്റവും വലിയൊരു ഗുരുതുല്യനാണ് സാർ. സാർ എങ്ങനെയാണ് സാറിൻ്റെ മ്യൂസിക് ജേണി, ചെറുപ്പം തൊട്ടേയുള്ള മ്യൂസിക്കൽ ജേണി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാറിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് സാർ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? എന്താണ് സാർ ചെറുപ്പത്തിൽ കേട്ടിരുന്നത്? എന്നിട്ട് എങ്ങനെയാണ് ഈ സിനിമാ സംഗീതത്തിൻ്റെ വലിയ ലോകത്തിലേക്ക് സാർ എത്തിയത്? അത് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കഥ പറയേണ്ടി വരും. എന്താ വെച്ചാൽ ഒരു എപ്പിസോഡാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ്. ഓക്കെ. അച്ഛൻ ഏകദേശം 10-11 വയസ്സുള്ളൊരു സമയമാണ്. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ആലപ്പുഴയിൽ മുനിസിപ്പൽ കമ്മീഷണറായിരുന്നു അക്കാലത്ത്. ഓക്കെ. അപ്പോൾ അച്ഛന് ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടം ഈ 10-11 വയസ്സിൽ. ഓക്കെ. അപ്പോൾ അരീക്കുടി രാമാനുജയങ്കാരുടെ ഒരു കച്ചേരി കായംകുളത്ത് ഒരു ക്ഷേത്രത്തിൽ നടക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ അച്ഛൻ അതിന് പോകണം, വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. അപ്പോൾ അച്ഛൻ ആരോടും പറയാതെ ഒരു ബസ്സിൽ കയറി. അന്നൊക്കെ ആലപ്പുഴയിൽ നിന്ന് കായംകുളം പോകാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, അതും ഒരു കൊച്ചൻ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് പതുക്കെ മുങ്ങി ആ ബസ്സിനകത്ത് കയറി അവിടെ പോയി. അപ്പോൾ അവിടെ പോയി നിന്നപ്പോഴത്തേക്കും ഭയങ്കര ആള്. അപ്പോൾ എവിടെ എങ്ങനെ നിൽക്കണം, ആകെ ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു വലിയ തടിയുള്ള ഭയങ്കര പൊക്കത്തിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു പയ്യൻ തനിച്ച് നിൽക്കുന്നു ഇത്രയും ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ എന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് തോന്നി. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, നീ എവിടുന്നാ? ആലപ്പുഴയിൽ നിന്ന്. അരെന്താ അച്ഛൻ? ഗോപാലുള്ള. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഏറ്റവും മുമ്പിൽ കൊണ്ടിരുത്തി. അതെയോ? ആ. അപ്പോൾ അന്നത്തെ കാലത്തെ അവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണ്ടായിരുന്നു ഇദ്ദേഹം. അങ്ങനെ എല്ലാവർക്കും അദ്ദേഹത്തിനെ പേടിയാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ അവിടെ ഇരുന്ന് ആ കച്ചേരി കേട്ടതായിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ പിന്നെ മ്യൂസിക് എവിടെ നിന്ന് വരുന്നെന്ന് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മയും അതുപോലെ വളരെയധികം പാഷനേറ്റ് ആയിരുന്നു. അമ്മ കൃഷ്ണസ്വാമി സാറിൻ്റെ അടുത്ത് മ്യൂസിക് പഠിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിലെ തൊട്ട് തന്നെ. അപ്പോൾ അമ്മയ്ക്കും ഇതുപോലെ രണ്ടുപേർക്കും 2 രീതിയിലുള്ള സംഗീതങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അച്ഛന് പക്ക ക്ലാസിക്കൽ, അമ്മയ്ക്കാണെങ്കിൽ കൂടുതലും ഒരു ലൈറ്റർ ഫോംസ് ലൈക്ക് ഫിലിം മ്യൂസിക്, ലൈറ്റ് സോങ്സ്, ആ ടൈപ്പ് ഓഫ് ആ ജനസിലുള്ള സംഗീതത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് രണ്ടും കൂടെ സമ്മേളിച്ചപ്പോഴത്തേക്കും എൻ്റെ ജേണി തുടങ്ങി എന്നുള്ള. അപ്പോൾ ചെറുപ്പം തൊട്ടേ വീട്ടിൽ എപ്പോഴും പാട്ടിങ്ങനെ എങ്ങനെയാ, പാടുമോ, പ്ലേ ചെയ്യോ? പാടും. അവർ രണ്ടും കൂടെ പാടുന്ന പല സുഹൃത്ത് സദസ്സുകളിലും
വൈകുന്നേരങ്ങളിലൊക്കെ അന്ന് ഇതുപോലെയല്ലല്ലോ, നമുക്ക് സോഷ്യൽ മീഡിയയും ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ കാലത്ത് റേഡിയോയും ടെലിവിഷൻ പോലും ഇല്ല, പിന്നെ പഴയ റെക്കോർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഗീതം കേൾക്കുക എന്ന് പറയുന്നത് ആ റെക്കോർഡിലാണ് കേൾക്കുക, LP റെക്കോർഡ്. അതിൽ ചെമ്പൈ, അതുപോലെ മധുരൈ മണിയർ, നേരത്തെ പറഞ്ഞ അരീക്കുടി, GNB, ആലത്തൂർ ബ്രദേഴ്സ്, ഇവരുടെയൊക്കെ LP റെക്കോർഡ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ചെമ്പൈയുടെ വാതാബി എപ്പോഴും പ്ലേ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-2.5 വയസ്സിലോ മറ്റോ അങ്ങനെ പ്ലേ ചെയ്തപ്പോഴത്തേക്കും ഒരിക്കൽ ഞാൻ അതിൻ്റെ കൂടെ പാടി എന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് അവർക്ക് എനിക്ക് മ്യൂസിക്കിൽ എന്തോ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് അവർക്ക് തോന്നാൻ കാരണം എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് പിന്നെ 5 വയസ്സാകുമ്പോഴത്തേക്കും എന്നെ പാട്ട് പഠിക്കാനായിട്ട് ചേർക്കുന്നത്. അത് ശരി. അവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ എപ്പോഴും സാറിനത് യു ലുക്കിംഗ് ഫോർവേഡ് ടു ദ ക്ലാസ്സസ് അങ്ങനെ ഇതായിട്ട് ഓർക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കൊച്ചിലെ ഞാൻ വളരെ ഇംപേഷ്യൻ്റ് ആയിരുന്നു, ഇരിക്കാൻ പറ്റില്ല, കുറുമ്പുണ്ടായിരുന്നു. അപ്പോൾ സാറ് വന്നിട്ട് ഹരിഹരയ്യർ സാറാണ് ആദ്യം എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ആദ്യം അമർചിത്ര കഥ എടുത്തിട്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞു തരും. അതൊക്കെ കേട്ടിട്ട് പിന്നെ പാടുക, അങ്ങനെയാണ് പാട്ട് പഠിച്ചത്. അത് ശരി. അപ്പോൾ പാട്ട് പഠിച്ച് സാറ് പിന്നെ കലോത്സവങ്ങളിൽ ബാക്ക് ടു ബാക്ക് കർണാട്ടിക് വോക്കലിലെ വിന്നറായിരുന്നു. മ്യൂസിക് ഡയറക്ഷൻ അതെപ്പോഴാണ് മനസ്സിലേക്ക് വന്നത്? എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പറ്റിയത്? മ്യൂസിക് കോമ്പോസിഷനിലോട്ട് വരാൻ കാരണം MB ശ്രീനിവാസൻ സാറാണ്. അപ്പോൾ ഞാൻ ഈ യൂണിവേഴ്സിറ്റി കൊയറിൽ പാടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു പുതിയ ലോകം. അതുവരെ പാട്ട് പാടുന്നതിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ ഈ പാട്ട് ഉണ്ടാക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം, ക്രിയേറ്റീവായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, മനുഷ്യൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാവുന്നതിൻ്റെ ഒരു സന്തോഷം. ഇപ്പോൾ ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ, ഇപ്പോൾ എൻ്റെ മകനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് ഓരോ പാട്ടുകളും ഉണ്ടാകുമ്പോഴത്തേക്കും ഞാൻ കാണുന്നത്. ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൻ്റെ എക്സ്പ്രഷനാണ് അത്. ഇന്നർ ഹാപ്പിനെസ് ആണ്. അപ്പോൾ ആ ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചില സമയത്ത് എക്സ്റ്റസിയാണ്. അത് അനുഭവിക്കാൻ കഴിയുക, അത് MBS സാറ് അത്തരം കോമ്പോസിഷൻസിലൂടെ അദ്ദേഹം ഗംഗ, യമുന, ഗോദാവരി, പമ്പ, നർമ്മദ, കാവേരി എന്ന് പറഞ്ഞൊരു പാട്ട് പഠിപ്പിച്ചു. അപ്പോൾ ഇതിൽ ഗംഗ എന്ന് പറയുന്നത് അദ്ദേഹം ട്യൂൺ കൊടുക്കുന്നത്, നർമ്മദ എന്ന് പറയുമ്പോൾ ട്യൂൺ കൊടുക്കുന്നത്, ഇതെല്ലാം കൂടെ ഒരു ആർക്കിടെക്റ്റ് ഓഫ് ട്യൂൺസ് ആയിട്ടാണ് എനിക്ക് അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു ട്യൂൺ സ്മിത്തായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതിൽ ഓരോ പുഴയും നമുക്ക് ആ ട്യൂണിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതൊരു ഭയങ്കര സംഭവമാണല്ലോ, ഇതാണ് എൻ്റെ വഴിയാകേണ്ടത്, പാടുന്നതല്ല. അപ്പോൾ എന്നിലുള്ള പാട്ടുകാരനെ ഞാൻ പതുക്കെ ഇങ്ങനെ ഒതുക്കി, എന്നിട്ട് എന്നിലുള്ള ഞാൻ ആഗ്രഹിച്ച ആ ഒരു ക്രിയേറ്റീവ് എലിമെൻറ്റിനെ, സർഗധനത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്, ആ സർഗപ്രക്രിയയിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിന് MB ശ്രീനിവാസൻ സാറും പിന്നെ ദേവരായ മാസ്റ്ററുമാണ്. സാർ 18-19 വയസ്സിലാണ് സാറിൻ്റെ ഫസ്റ്റ് കോമ്പോസിഷൻ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് സോ യങ്. സാർ അതിൻ്റെ ആ ടെക്നോളജി വശങ്ങൾ എങ്ങനെ അത് പെട്ടെന്ന് ഇത്ര പഠിച്ചെടുത്തു? ടെക്നോളജി ഒരു വശം അറിഞ്ഞുകൂടായിരുന്നു സത്യത്തിൽ. അന്ന് ടെന്നിസേട്ടൻ്റെ ഒരു ഓലപ്പുര സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ, ഓലപ്പുരയാണോ? ആ, ഓലപ്പുരയാണ്. അത് ടെന്നിസേട്ടൻ്റെ പഴയ വീടായിരുന്നു. സ്റ്റുഡിയോ എന്നൊക്കെ പറയാം എന്നുള്ളതേ ഉള്ളൂ. അവിടെ ടെന്നിസേട്ടൻ വളരെ സ്നേഹത്തോടെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പഴയ കാസറ്റിൽ TDKയുടെ AD60 എന്ന് പറഞ്ഞ AD90 ഇതിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൂടുതൽ ട്രാക്ക് സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 4 ട്രാക്സോ മറ്റോ ആണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അവിടെ കീബോർഡിൽ ജോസേട്ടനെ വിളിക്കും. അപ്പോൾ നമ്മളൊക്കെ ഗാനമേളയ്ക്ക് കൂടിയതാണ്. അപ്പോൾ ജോസേട്ടൻ വിളിക്കും. പിന്നെ അത്യാവശ്യം റിതം കമ്പോസ് ലാലപ്പൻ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എനിക്ക് പാട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ ചില പാട്ടുകളൊക്കെ എഴുതി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുഹമ്മദ് ആരിഫ് എന്ന് പറഞ്ഞിട്ട്. ആരിഫ് ബാക്കിയുള്ള ചില ലിറിക്സ് ഒക്കെ എഴുതി. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഇത് തന്നെ ഓർക്കസ്ട്രേഷൻ എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആയിരുന്നു ആദ്യത്തെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പാട്ടിൻ്റെ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് ടെന്നിസേട്ടനാണ്. അപ്പോൾ ടെന്നിസേട്ടൻ ആ രീതിയിൽ എപ്പോഴും എനിക്ക് ഗുരുതുല്യനാണ്. തീർച്ചയായിട്ടും ഞാൻ ഓരോ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ആ ഒരു ആദ്യത്തെ നിമിഷം.
പിന്നെ വീട്ടിൽ വയലാർ സാറിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു. പാട്ടുകളുടെ ഇത് കവിതകളുടെ. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നതീ നാട്ടിൽ. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ട്യൂണാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ അത് റെക്കോർഡ് ചെയ്തു. പിൽക്കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സിനിമയിൽ വന്നിട്ടുണ്ട്. താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ദേവരായ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് പിന്നെ മാസ്റ്ററെ കണ്ടതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. മാസ്റ്ററുടെ മുമ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെ പാടി, ഞാൻ വയലാർ സാറിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരെണ്ണം. അപ്പം മാഷ് പറഞ്ഞു എന്താ അതേതാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു താമരപ്പൂക്കളും ഞാൻ. ഇത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ മാസ്റ്ററുടെ പാട്ട് തന്നെ വേറെ ഈണത്തിൽ അങ്ങോട്ട് പാടി കേൾപ്പിക്കാനുള്ള ഏതോ ഒരു ധൈര്യം. മാസ്റ്റർ അടുത്ത് പഠിക്കാനായിട്ടാണോ പോയത്? അത് എങ്ങനെയാണ് മാസ്റ്റർ അടുത്ത് എത്തുന്നതും പിന്നെ മാസ്റ്റർ അടുത്ത് നിന്ന് എന്താണ് പഠിച്ചതും? മാസ്റ്ററുടെ അടുത്ത് എത്തുന്നത് സ്പെസിഫിക്കലി ഒരു മ്യൂസിക് കമ്പോസർ ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെ ആവണം. എൻ്റെ വഴി അതാണ്. ഞാൻ പഠിക്കുന്ന എൻജിനീയറിംഗ് അല്ല, ഞാൻ പാടി വന്ന ഒരു പാട്ടുകാരനായിട്ടല്ല, മ്യൂസിക് കമ്പോസർ ആവണം. അത് ഭയങ്കര ആഗ്രഹമാണ്, ഇൻറ്റൻസ് ആയിട്ടുള്ള ആഗ്രഹമാണ്. അതില്ലെങ്കിൽ ശ്വാസം പോലും കിട്ടൂല എന്ന് തോന്നി ആ സമയത്ത്. അപ്പോൾ മാസ്റ്റർ എടുത്ത് പോകുമ്പോഴത്തേക്കും മാസ്റ്റർ ഓരോ പ്രാവശ്യം എടുത്ത് പറയും, നീ ട്രാക്ക് തെറ്റി സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ്. ആസ് എ കമ്പോസർ അല്ല, ഞാൻ പാടണം, ഞാൻ മ്യൂസിക് കമ്പോസിഷൻ അല്ല ചെയ്യേണ്ടത് എന്ന് മാസ്റ്റർ പറയുന്നു. പാടണം. കാരണം മാസ്റ്റർ എന്നെ കണ്ടത് കർണാട്ടിക് മ്യൂസിക്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന അടുത്ത ജനറേഷൻ്റെ ഒരാളായിട്ടാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ എൻ്റെ കച്ചേരിയൊക്കെ അദ്ദേഹം കേൾക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് കുറേ കൃതികൾ, ഞാൻ ദേവരായ മാസ്റ്റർക്ക് ദക്ഷിണ കൊടുത്ത് കാലിൽ നമസ്കരിച്ച് ശിഷ്യനായ ആളാണ്. അപ്പോൾ എനിക്ക് കുറേ കൃതികൾ, ഒരു 25-30 കൃതികൾ ദേവരായ മാസ്റ്റർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെയും മ്യൂസിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മാഷ് അത് മൈൻഡ് ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പറയും അത് നിനക്ക് പറ്റിയ പണിയല്ല എന്നും പറയും, അങ്ങനെ പറയും. അപ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നത് മാസ്റ്റർക്ക് മനസ്സിലുണ്ടായിരുന്നു. അതായത് മാസ്റ്റർ ഒരു സമയത്ത് പരവൂർ ദേവരാജൻ ഭാഗവതർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കച്ചേരികൾ പാടിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞൊരു സിനിമയെ വന്നപ്പോഴത്തേക്കും പിന്നെ കച്ചേരികൾ ചെയ്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ഒരു പെയിൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കച്ചേരികൾ ചെയ്യേണ്ടിയിരുന്ന ഒരാൾ പിന്നെ സിനിമയിലേക്ക് വന്ന്, സിനിമയിൽ ഓഫ് കോഴ്സ് അദ്ദേഹം ചക്രവർത്തിയെ പോലെ ആയി, എന്നാലും അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള. അപ്പോൾ ശിഷ്യൻ എന്നുള്ള രീതിയിൽ അവനത് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലായിരിക്കണം ദേവരായ മാസ്റ്റർ ചിന്തിച്ചത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷേ ബട്ട് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം മാഷിന് മനസ്സിലായി ഞാനിതൊന്ന് മാറാൻ പോകുന്നില്ല. അപ്പോൾ ഒരു ദിവസം മാസ്റ്റർ പറഞ്ഞു, നാളെ തരങ്ങിണിയിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, നീ അങ്ങോട്ട് വാ എന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോകുമ്പോഴാണ് എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. അപ്പോൾ തരങ്ങിണിയുടെ ഉള്ളിലൊന്നും അധികം അങ്ങനെ കയറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇങ്ങനെ റെക്കോർഡിങ്, ഇതൊക്കെ എന്താണ് സ്പൂള്, 4 ഇഞ്ച് സ്പൂള്, അതെല്ലാം കാണുകയാണ്. അവിടുത്തെ ഓരോ ചെയറും, മാഷിരിക്കുന്ന ചെയർ, പിന്നെ ഓർക്കസ്ട്ര ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ വയലിൻ വായിക്കുന്നത് മോഹൻ ചേട്ടൻ, മുരളി ചേട്ടൻ, അങ്ങനെ ബോബൻ ചേട്ടൻ കീബോർഡിൽ, ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു പിടിയും കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത ദിവസം മാസ്റ്റർ പറയാണ്, നീങ്ങുവാ എന്ന് മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, നീയാണിന്ന് അസിസ്റ്റൻറ്റ് കണ്ടക്ടർ. എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് മൊമെന്റ്. അപ്പോൾ അന്ന് റെക്കോർഡ് ചെയ്യുന്ന പാട്ടെന്ന് പറയുന്നത് സുഭഗേ സുഭഗേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അത് വയലാർ സാർ എഴുതിയതാണ്. അദ്ദേഹം മരിക്കും മുമ്പേ അദ്ദേഹം എഴുതിയതാണ്. അത് ഈ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ദേവരായ മാസ്റ്റർ, അത് പാടുന്നത് യേശുദാസ് സാർ. അതന്നെ, നാം ഇരുവരും ഈ സുരഭി സരസിൽ വിരിഞ്ഞു, അത് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു വലിയ ഹാളിൻ്റെ, തരങ്ങണിയുടെ വലിയ ഹാള്, അവിടെ
ഫാൻ മാത്രമല്ല, അന്ന് AC ഒന്നുമില്ല, ഭയങ്കര ചൂടും കൂടിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാനിങ്ങനെ നിൽക്കുക, എനിക്ക് എന്ത് ചെയ്യണം കണ്ടക്ട് എവിടെയും കണ്ടക്റ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ നിന്നു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, നോക്കട്ടെ റിഹേഴ്സൽ. അപ്പോൾ ബോബൻ ചേട്ടൻ പറഞ്ഞു, കീബോർഡിൽ ബോബൻ ചേട്ടൻ, ജയ ഒരു 1 2 3 പറഞ്ഞാൽ മതി പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ ഞാൻ 1 2 3 4 എന്ന് പറഞ്ഞപ്പോൾ ആ 4 കഴിയുന്നതിന് മുമ്പേ ഒരു വോയിസ് വരുന്നുണ്ട്, റെഡിയാണ് സർ. ഈ ശബ്ദം എവിടെ നിന്നാണ് കേട്ടിട്ടുണ്ട്? അപ്പൊ ഞാൻ നേരെ നോക്കുമ്പോഴത്തേക്ക് ആ ചില്ല് ജാലകത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് സാക്ഷാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അത് ഒരു മോസ്റ്റ് വണ്ടർഫുൾ ആൻഡ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫാണ്. കാരണം വയലാർ സാർ എഴുതി ദേവരായ മാസ്റ്റർ ഇണം നൽകിയ ഒരു പാട്ട് ദാസാർ പാടുന്നത് അതിന്റെ ലൈവ് റെക്കോർഡിങ്ങിൽ ഞാൻ കണ്ടക്ട് ചെയ്തു. ശരിക്കും സാർ ഒരു ടോർച്ച് ബെയറായി അവിടെ നിന്ന്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, വേറൊരു റെക്കോർഡിങ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ മാഷിന് ബിജു നാരായണനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ വെങ്കലത്തിൽ ബിജു പാടി പാട്ടില്ലേ, അത് ഉഗ്രൻ. അപ്പോൾ അതിൻ്റെ കാസറ്റൊക്കെ ഞാൻ മാസ്റ്റർ കൊണ്ട് കേൾപ്പിച്ചു. അപ്പോൾ മാസ്റ്റർ ഇന്നൊരു ഡോക്യുമെൻ്ററിക്ക് ഒരു പാട്ടുകാരൻ വേണം. അപ്പോൾ അത് ആരാണ് പാടണേ? അപ്പോൾ എനിക്ക് പാടാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഈ സമയത്ത് എന്ന് വിചാരിച്ചു. അപ്പോൾ നീ അസിസ്റ്റൻ്റ് ആയാൽ മതി എന്ന് പറഞ്ഞു, നീ അത് പാടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിജു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, സൂപ്പറായിട്ട് പാടാം. ആ 10 വെളുപ്പിനൊക്കെ കൊണ്ട് ഈ കാസറ്റിലിട്ട് കേൾപ്പിച്ചപ്പോൾ മാഷ് പറഞ്ഞു, വിളിച്ചോളൂ. അങ്ങനെ വിളിച്ച് ബിജു ഇതൊക്കെ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിപ്പോഴും കാഴ്ച ഉണ്ട്, ഹാർമോണിയം ഉണ്ട്, തരങ്ങണി തന്നെയാണ്. അപ്പോൾ ബിജു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മാഷ് പറഞ്ഞു, ഇനി നിനക്ക് അവസരമൊക്കെ വേണമെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കണം. ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേട്ട് ഞെട്ടുകയാണ്. കാരണം എനിക്കൊരു അവസരമില്ല, ഒന്നുമില്ല, ഞാൻ വെറും തുടക്കക്കാരൻ. പക്ഷേ മാഷ് എന്തോ അങ്ങനെ പറഞ്ഞത് സത്യമായിട്ട് ഭവിച്ചു. തീർച്ചയായിട്ടും ബിജു എൻ്റെ അടുത്ത് ചോദിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ മാഷ് ഒരു നിമിഷത്തിൽ അങ്ങനെ മാഷ് പറഞ്ഞു എന്നുള്ളത് അതൊരു സ്പാർക്കായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, എനിക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓർമ്മയുള്ളത് സാറിൻ്റെ രാഗോത്സവം എന്ന പ്രോഗ്രാമിൻ്റെ രാഗോത്സവം ഇത്രയുള്ളൂ. ബട്ട് യു ലെയർഡ് ഇറ്റ് വിത്ത് സോ മെനി ഹാർമണീസ് ആൻഡ് ദാറ്റ് വാസ് അത് ഒരു കാലത്ത് ഞാൻ മറക്കില്ല. പിന്നെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 1 അതൊരു ജിങ്കിളാണല്ലോ, സ്റ്റാർട്ടിങ് സഗമനി പപ്പാമമാഗ. സാർ അതിനെടുത്തിട്ട് വെസ്റ്റേൺ സ്റ്റൈലിൽ സുഗീത ചേച്ചിയെ കൊണ്ട് പാടിച്ച്. സോ യുവർ ജിങ്കിൾസ് ആർ ദർ, ഈവൻ ഷോർട്ട് പീസസ് ദറ്റ് യു കമ്പോസ് ആർ വെരി ക്യാച്ചി. സാറിന് എന്തെങ്കിലും ഒരു ഹാക്ക് ഉണ്ടോ ഇതിങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ ഷോർട്ട് പിറ്റ്സ് ഇത്ര ക്യാച്ചി ആയിട്ട് ചെയ്യാനായിട്ട്? അല്ല, എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ചലഞ്ച് അതാണ് മ്യൂസിക്കിൽ എപ്പോഴും. ഈ മ്യൂസിക് ഫ്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കാര്യങ്ങൾ തമ്മിലുള്ള ഒരു സംവാദമാണ്. ഒന്ന് എക്സ്പെക്റ്റേഷൻ, രണ്ടാമത് സ്വാതന്ത്ര്യം. ഇത് തമ്മിലുള്ള ഒരു എപ്പോഴും നെഗോസിയേഷനാണ്. ഈ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ലൈൻസിൽ നമുക്ക് ഇങ്ങനെ പോകും, ഒരു ഫ്രേസ് ഇങ്ങനെ പോകുമെന്ന് നമുക്ക് തോന്നുന്നതാണ്. ദെൻ ഇറ്റ് ബിക്കംസ് വെരി പ്രഡിക്റ്റബിൾ. നമ്മൾ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് പോകുന്നതാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും അത് മാറ്റാന്ന് പറഞ്ഞാൽ അത് ഒരു നോൺ കൊഹറൻസ് പോലെയാണ്, അല്ലെങ്കിൽ ദിശയില്ലാത്ത പോലെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കറക്റ്റ് അളവാണ് എപ്പോഴും. എക്സാക്ട്ലി. അപ്പോൾ ആ അളവ് എത്ര വേണം എന്നുള്ളിടത്താണ് നമുക്കൊരു ഫ്രേസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഹുക്ക് ഫ്രേസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ക്യാച്ചി ഫ്രേസ് ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടുകൾ ചെയ്യുന്ന ട്യൂൺസ് ഉണ്ടാക്കുക. ഞാൻ വീട്ടിലിരുന്ന് വെറുതെ ട്യൂൺസ് ഉണ്ടാക്കും. ഞാനും ഇളങ്കോച്ചേട്ടനുണ്ട് ഗിറ്റാർ. ഇളങ്കോച്ചേട്ടൻ ഈ ഗുരുതുല്യനാണ്. അപ്പോൾ ഇളങ്കോച്ചേട്ടൻ വെറുതെ എൻ്റെ ബജാജ് സ്കൂട്ടറിന്റെ ബാക്കിൽ കയറിയിരിക്കും. നമ്മൾ നേരെ വീട്ടിൽ വരും. എൻ്റെ ചെറിയ കീബോർഡ് ഉണ്ട്. ആ കീബോർഡ് വെച്ചിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഈണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഫുള്ളായിട്ടൊന്നും പോവില്ല, ഒരു പല്ലവിയുടെ പാതി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അത് ഒരു വലിയൊരു എനിക്ക് തോന്നുന്നത് എൻ്റെ ഞാൻ തന്നെ എന്നെ ട്യൂട്ടർ ചെയ്തെടുത്ത ഒരു രീതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ തന്നെ സിറ്റുവേഷൻസ് ഇമാജിൻ ചെയ്യും. അല്ലെങ്കിൽ ഇളങ്കോച്ചേട്ടൻ പറയും നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും മ്യൂസിക് എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് രസകരങ്ങളായിട്ടുള്ള ദിവസങ്ങളും പകലുകളും രാത്രികളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ
അതിൽ നിന്ന് സ്വയം ഗ്രൂംഡ് ആണെന്ന് എക്സലൻസ് എല്ലാം നമ്മൾ സിംഗേഴ്സിനൊക്കെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ട്. ദാസേട്ടനെ കേട്ട് പഠിക്കാം, ചിത്ര ചേച്ചിയെ കേട്ട് പഠിക്കാം. ആസ് ഫോർ എ മ്യൂസിക് ഡയറക്ടർ യു ടോട്ട് യുവർ സെൽഫ്. ദിസ് ഈസ് എ ഗ്രേറ്റ് ടിപ്പ്. സാറ് തന്നെ സിറ്റുവേഷൻസ് ഇമാജിൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ മ്യൂസിക് കമ്പോസർ ആണല്ലോ, അതെ, ഞാനത് ചെയ്തേ പറ്റൂ. കാരണം പ്രൊഡ്യൂസർ നാളെ വരും എന്നൊക്കെ ഇമാജിൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു അവസരം ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. പക്ഷെ നമ്മുടെ ഇമാജിനേഷൻ സ്വപ്നമുണ്ട് ദാറ്റ് വിൽ ഹാപ്പൻ എന്നുള്ള മനസ്സിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിസയർ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ പുതിയ പുതിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും അവരിൽ പഴയ എന്നെ കാണാൻ പറ്റും. സാറിന് ഇപ്പോഴത്തെ കറണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്ന ആരെയാണ്? ഒരുപാട് പേരുണ്ട്. വിഷ്ണു, വെരി ഗുഡ് മ്യൂസീഷ്യൻ. ജസ്റ്റിൻ, ഹിഷാം, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരിലൊക്കെ ഇന്നലത്തെ എന്നെ എനിക്ക് കാണാൻ പറ്റും. എന്നാലും സാറിന്റെ ഫേവറേറ്റ് ലിറിക്സ് ഒരു പേര് പറയാൻ പറ്റില്ല, പക്ഷെ ഗിരീഷേട്ടൻ ഇസ് വെരി സ്പെഷ്യൽ. അത് പ്രത്യേകം പറയേണ്ടതാണ്. കാരണം ഗിരീഷേട്ടൻ എൻ്റെ ചേട്ടനും കൂടെയാണ്. അതുകൊണ്ടാണ് ഒരു പേഴ്സണൽ ടച്ച് ഉണ്ട് അതിനകത്ത്, പ്രൊഫഷണൽ മാത്രമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. കൈതപ്രം സർ, ശ്രീകുമാരൻ നമ്പി സാർ, ഓഫ് കോഴ്സ് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകൾ, അല്ലെങ്കിൽ അതിനു മുമ്പേ ONV സർ, ONV സാറുമായിട്ട് വളരെ നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പി ഭാസ്കരൻ സാറുമായിട്ട് സിനിമയെ ചെയ്തിട്ടില്ല, പക്ഷെ ദൂരദർശന് വേണ്ടിയിട്ട് മണ്ണിൽ മനുഷ്യൻ്റെ മനസ്സ്, പൊന്നു തൂക്കുന്ന തുലാസ്, അങ്ങനത്തെ പല പാട്ടുകളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ രമേശൻ നായർ സാർ, അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് റഫീഖ് അഹമ്മദ് ഞാൻ ഏറെ ഇഷ്ടപ്പെടും. സന്തോഷ് വർമ്മ, രാജീവ് ആലുങ്കൽ, BK ഹരിനാരായണൻ, മനു മഞ്ജിത്ത്, ഇവരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുകളാണ് ഞാൻ പറഞ്ഞത്. വിനായക് ശശികുമാർ, എല്ലാവരുമായിട്ട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സാറിന് എപ്പോഴും ലിറിക്സ് കിട്ടി ട്യൂൺ ചെയ്യുന്ന ആ സിസ്റ്റമാണോ ഇഷ്ടം? ഇല്ല, അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരിക്കലും അടുത്തിടെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 20 yearsൽ എപ്പോഴും ഈണങ്ങൾ നൽകിയിട്ട് വരികൾ എഴുതപ്പെടാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇങ്ങനെ ഈ റൂട്ടിൽ പോയാലോ ആ റൂട്ടിൽ പോയാലോ? ഏത് റൂട്ടിൽ പോയാലും ബസ് അവിടെ എത്തിയാൽ മതി. സാറിന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടുള്ള സിനിമ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരുപാട് പേരുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമൽ സർ. ഓക്കെ, അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എക്കാലത്തും ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ തോട്ട്സ് ഒരു സിനിമയിൽ എങ്ങനെ മ്യൂസിക് വേണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി. പിന്നെ വെറുതെ പ്രഷർ ചെയ്യാതിരിക്കുക. ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് അത് ഉണ്ടാവുകയാണ്, അത് ഉണ്ടാക്കപ്പെടുകയല്ല എന്ന് ഞാൻ വിശ്വസിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഫോമിൽ അറിഞ്ഞൂടാ ഇതെങ്ങനെ നന്നാക്കാൻ പറ്റും, ഇതൊരു ഹിറ്റ് പാട്ടായിട്ട് എങ്ങനെ മാറും, അല്ലെങ്കിൽ എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന, അല്ല ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ വൈറലായിട്ടുള്ള ഒരു സോങ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള ഒരു സോങ് എങ്ങനെ ആക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു പിടിയില്ല, ഒരു അറിവുമില്ല. ആ അറിവുണ്ടെങ്കിൽ കുഴപ്പമാണ്, അവിടെ അത്ഭുതം നഷ്ടപ്പെടും. ശരിയാണ് അല്ലേ? അത്ഭുതം ഉണ്ടെങ്കിലേ കലയുള്ളൂ, അങ്ങനെ കലയുണ്ടെങ്കിലേ കലാകാരനുള്ളൂ. അപ്പോൾ ഈ അത്ഭുതത്തിന് വേണ്ടിയിട്ടാണ് ഓരോ നിമിഷവും കമൽ സാറായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്ലസ്സേഡനായിട്ടിരിക്കുമ്പോൾ, ജോഷി സാറായിട്ടിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഡയറക്ടേഴ്സുമായിട്ട് സിബി സാറായിട്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കംഫേർട്ട് എന്ന് പറയുന്നത് എന്നെ ബിലീവ് ചെയ്യുന്നുള്ള ജയചന്ദ്രൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ള അവരുടെ വിശ്വാസമാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അപ്പോൾ നാച്ചുറലി എനിക്കും അറിഞ്ഞൂടാ ഇനി എന്താണ് വരാൻ പോകണമെന്ന് അറിഞ്ഞൂടാ, എൻ്റെ സംവിധായകനും അറിഞ്ഞൂടാ ഇയാൾ എന്താണ് തരാൻ പോകുന്നത്. പക്ഷേ ദർ ഇസ് എ സോങ് സിറ്റുവേഷൻ ആൻഡ് സംതിങ് കംസ് ഔട്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ അത്ഭുതത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ അത്ഭുതമാണ് എൻ്റെ ശ്വാസം. ആ ശ്വാസം ഉണ്ടെങ്കിലാണ് ഒരു സംഗീതകാരന് ഒരു മ്യൂസിക് കമ്പോസർ ആയിട്ട് മാറാൻ പറ്റുന്നത്. സാറിന് ഏതെങ്കിലും വർക്കിംഗ് ടൈം സോൺ ഉണ്ടോ? രാത്രി ഇരുന്നാൽ പാട്ട് വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഏത് നിമിഷത്തിലും പാട്ട് വരണം. അതാണ്. ഇപ്പൊ എന്നെ റോഡിന്റെ നടുക്ക് കൊണ്ട് ഇരുത്തിയിട്ട് രാധിക പറയാണ്
ഇതാണ് സിറ്റുവേഷൻ, കമ്പോസ് ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യണം. ശരി, ഒരു റെഡി ആയിരിക്കണം. അതാണ് പ്രൊഫഷണലിസം. അല്ലാതെ എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ സമാധാനമായിട്ടിരിക്കും, നിങ്ങൾ വരൂ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളതല്ല, യുനോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ മൂഡ്സിൻ്റെ അടിമയായിരിക്കും ഈ എപ്പോഴും. മിക്കപ്പോഴും ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ്. അത് കൂടെ ജീവിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വെളിയിലുള്ള ആൾക്കാർ അത് അറിയുന്നില്ല, യുനോ. കൂടുതലും ചിരികൾ മാത്രം കാണുന്നത് അറിയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത മനുഷ്യന് സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഗിരീഷേട്ടൻ പറയായിരുന്നു, കലാകാരൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവനാണെന്ന് പറയും. അതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ ഗിരീഷേട്ടനോട് ചോദിച്ചു. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, ഈ ആർട്ടിസ്റ്റിക് സെൻസിറ്റിവിറ്റി എന്നുള്ളത് ഒരേ സമയം അനുഗ്രഹവും ശാപവുമാണ്. അനുഗ്രഹം എന്താ വെച്ചാൽ അയാളുടെ കലയിൽ ഈ സെൻസിറ്റിവിറ്റിയാണ് അയാളെ അയാളാക്കുന്നത്. പക്ഷേ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഈ സെൻസിറ്റിവിറ്റി വല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ ഈ ആർട്ടിസ്റ്റിക് സെൻസിറ്റിവിറ്റി അതൊരു സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന്, ഏത് വരെയാണ് നമുക്കത് ഉപയോഗിക്കാൻ പാടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു മനുഷ്യനും ആവാൻ പറ്റുന്ന വിശ്വസിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഡെലിക്കേറ്റ് ബാലൻസ് ആണ് ആർട്ട് ആൻഡ് യുവർ വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ ഏറ്റവും വലിയ ക്രെഡിറ്റ് പ്രിയ ചേച്ചിക്ക് തന്നെ നമുക്ക് കൊടുക്കാം, അല്ലേ? സാറിൻ്റെ മ്യൂസാണോ പ്രിയ ചേച്ചി? പാട്ടുകൾ, റൊമാൻറ്റിക് സോങ്സ് എഴുതുമ്പോൾ അങ്ങനെ ആലോചിച്ച് കിട്ടിയ അങ്ങനെ സന്ദർഭങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അങ്ങനെ പ്രിയയെക്കുറിച്ച് ആലോചിച്ച് പാട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില പാട്ടുകൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതല്ല. ആ ഫീലിംഗ് ആണ് ശരിക്കും സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഒരു കാലത്ത് ഞാൻ ചെയ്യുന്ന പാട്ടുകളെല്ലാം അത് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം പ്രിയ വിളിച്ച് കേൾപ്പിക്കും. പിന്നെ കൂടുതൽ ബിസി ആകുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ സമയം പെട്ടെന്ന് റെക്കോർഡിങ്ങോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വിളിച്ച് കേൾപ്പിക്കാനായിട്ടുള്ള സമയമില്ലാതെ വന്നപ്പോഴത്തേക്കും പിന്നെ അത് അങ്ങനെ കട്ടായി. എങ്ങനെയാണ് പുള്ളിയുടെ ഫീഡ്ബാക്ക്? എങ്ങനെയാണ്? കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയോ അതോ നല്ല രീതിയിൽ വിമർശിക്കും? അത് ശരി. അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അപ്പോൾ അത് ഐ തോട്ട് ദാറ്റ് വാസ് വെരി ഗുഡ്. അങ്ങനെയാണ്. അപ്പോൾ അത് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഒരാളുടെ നിന്ന് കിട്ടണം നമുക്ക്. അത് എനിക്കത് കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയൊരു കേറ്ററിംഗ് നടത്തിക്കൊണ്ടുമാണ് മാഡം. അപ്പോൾ സാറ് അങ്ങോട്ടും ഡെഫിനറ്റ്ലി കട്ടയ്ക്ക് സപ്പോർട്ടായിരിക്കണമല്ലോ. അതെങ്ങനെ രണ്ടുപേരും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നു? പ്രിയ ശരിക്കും ഒരു സംഭവമാണ് അതെല്ലേ അഭിപ്രായത്തിൽ. കാരണം എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അത്ഭുതം ഉള്ള കാര്യമാണ്. ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്ഷണമാണ് വെള്ളം വന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് എത്ര പേർക്കാണെങ്കിലും അത് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ഒരാൾ പറഞ്ഞാൽ മതി അത് എന്തെങ്കിലും ഒരു ഉപ്പ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം ദിവസവും പ്രിയ എനിക്ക് വേറെ വളരെ വലിയൊരു ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് എല്ലാം ഈ കാലപ്പോഴും ഈ തന്നെ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ആകാശത്തേക്ക് വളർന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന അതിൽ തന്നെ നിൽക്കുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ പ്രിയയുടെ അത്തരം കഴിവുകളൊക്കെ അങ്ങനെയുള്ള ഒരാളെ എൻ്റെ കൂടെ ജീവിതത്തിലേക്ക് കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. സാറിൻ്റെ മക്കളെ സാറ് കോൺഷ്യസ്ലി പാട്ടിലേക്ക് കയറ്റിവിടാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അവരുടെ ടേക്ക് ഓൺ മ്യൂസിക്? അല്ല, എൻ്റെ മക്കളെ ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റെസ്ട്രിക്ഷനും പാടില്ല എന്നുള്ള രീതിയിലാണ്. അവർക്ക് മ്യൂസിക്കിൽ വേണമെങ്കിൽ ആവാം, പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്യുന്ന പരിപാടിയില്ല. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ആൾ ഈസ് എൻ ആക്ടർ. അപ്പോൾ അത് അവൻ്റെ പേഴ്സണൽ ചോയ്സാണ്. രണ്ടാമത്തെ ആൾ കാർത്തിക്കാണ്. മൂത്ത ആൾ നന്ദു എയ്റോസ്പേസ് വെഹിക്കിൾ ഡിസൈൻ എഞ്ചിനീയറിംഗിൽ MS എടുത്ത ആളാണ്. ഈ കമ്പോസസ് ആൻഡ് റൈറ്റ്സ് ഹിസ് ഓൺ സോങ്സ്. അപ്പോൾ അതും അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അവരൊക്കെ അവരെന്തായി തീരണമോ ആ രീതിയിലേക്ക് ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഫ്രീഡം സാർ കൊടുത്തേക്കും, ഫുൾ ഫ്രീഡം. ഓക്കെ.